എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ചോറിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. 5 മുട്ട പുഴുങ്ങിയതാണ് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. മുട്ടയെല്ലാം ഇവിടെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉണ്ണി കാണുന്ന രീതിയിലാണ് മുട്ട വരഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മുട്ട വരേണ്ടതെന്ന് മനസ്സിലാകും. മുട്ടയുടെ 2 അറ്റവും മുറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് പൊടികൾ ചേർക്കുമ്പോൾ തന്നെ സ്റ്റൗ ഓഫാക്കണം. അതിനുശേഷം ഈ പൊടികളൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടകളും നടുവേ മുറിച്ച ഒരു മുട്ടയും ചേർത്ത് കൊടുക്കാം. ഈ മുട്ട മസാലയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. മുട്ടയിൽ മസാലയെല്ലാം പുരട്ടിയതിന് ശേഷം ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ചെയ്യേണ്ടത്, ഞാനിവിടെ കുറച്ച് മെലൻ സീഡ്സും കാഷ്യൂനട്ടും കസ്കസും വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. മെലൻ സീഡ്സ് കയ്യിലില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് കാഷ്യൂനട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കാഷ്യൂനട്ടിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെലൻ സീഡ്സ് കൂടെ ചേർക്കുന്നത്. കുറച്ച് വലിയൊരു പാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 3-4 ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക, കുറച്ച് കറുവാപ്പട്ട ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുട്ടക്കറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും ആദ്യം തന്നെ എണ്ണയിൽ ഇതുപോലെ കുറച്ച് പൊടിക്കാത്ത ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കറിക്ക് മുഴുവൻ ആ ടേസ്റ്റും മണവും കിട്ടും. എണ്ണയിലേക്ക് ചേർത്ത മസാല അധികം മൂക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കറിവേപ്പില ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 5-6 പച്ചമുളകും കൂടെ നടുവേ മുറിച്ച് ഇടുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്ന് എണ്ണ തെളിയാൻ തുടങ്ങുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല. ഇത് പെരിഞ്ചീരകം കൂടുതൽ ചേർത്ത് പൊടിച്ച ഗരം മസാലയാണ്. കുറച്ച് പാക്കറ്റ് ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടും. മാർക്കറ്റിൽ എഗ് മസാല മേടിക്കാൻ കിട്ടും. അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചിക്കൻ മസാല ചേർക്കുമ്പോഴാണ്. അടുത്തതായി ഇതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തെ പുളിയുള്ള ഭാഗമൊക്കെ നീക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കൂട്ടൊക്കെ റെഡിയായിട്ട് കിട്ടും. കൂട്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം എണ്ണ നല്ലവണ്ണം തെളിഞ്ഞു വരും. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുപോലെ കൂട്ട് റെഡിയായി വരുമ്പോഴേക്ക് കാഷ്യൂനട്ടും മെലൻ സീഡും കസ്കസും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കാം. തിളപ്പിക്കുമ്പോൾ തന്നെ ഇത് കുറുകി വരാൻ തുടങ്ങും. ഈ അരച്ച കൂട്ടിപ്പോൾ വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. കാഷ്യൂനട്ടും മെലൻ സീഡ്സും കസ്കസും കൂടെ അരച്ച് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും കിട്ടും. കസ്കസിന് പോപ്പി സീഡ്സ് എന്നും പറയും. ഗ്രേവി ഇവിടെ കുറുകി നല്ല പാകമായിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇനി ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. സാധാരണ മുട്ടക്കറിക്കകത്തിടുന്ന മുട്ടയ്ക്ക് വലിയ ടേസ്റ്റൊന്നും കാണുകയില്ല. ഇതുപോലെ മസാല പുരട്ടി വെച്ചതിന് ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ ആ മുട്ടയ്ക്കും നല്ല ടേസ്റ്റ് കിട്ടും. ഒരു മുട്ട ഇതുപോലെ മുറിച്ച് ചേർക്കുകയാണെങ്കിൽ മുട്ടക്കറിയുടെ ഗ്രേവിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇവിടെ 1 മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 2-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ഒന്ന് തിളച്ച് വരണം. ഈ സമയം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ചേരുവകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണെന്ന്. രണ്ടാം പാൽ ഇവിടെ തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി അധിക സമയം അടുപ്പത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഓഫാക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് മല്ലിയില മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.